ഇടുക്കി വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സുമായിട്ടാണ്. നമ്മളുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ബർണറുകൾ നമുക്കെങ്ങനെ ക്ലീൻ ആക്കാമെന്നുള്ളത്. ബർണറുകൾ ക്ലീൻ ആക്കുന്നതിലൂടെ നമുക്ക് കുറേയേറെ ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, നമ്മളുടെ ഗ്യാസൊക്കെ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിനകത്തുള്ള കരടുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് വരുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ടും ഈ ബർണറുകൾ ക്ലീൻ ചെയ്യുന്നതിലൂടെ പറ്റും. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാ കണ്ടോ, നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടിൽ നമുക്ക് വേഗം ഫുഡൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമ്മളുടെ ബർണറുകളുടെ ഒക്കെ പഴയ ബർണറുകളും നല്ല കരടൊക്കെ പിടിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറേ സാധനങ്ങളൊക്കെ വീണും തിളച്ച് ചാടിയിട്ടുള്ള അഴുക്കുകളും ഒക്കെ അതിൽ കാണും. അപ്പോൾ ആ അഴുക്കുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ബർണറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. ഇതാ കണ്ടോ, എൻ്റെ ബർണർ പാലൊക്കെ തിളച്ച് ചാടുമ്പോഴും അറിയാതെ നമ്മൾ എന്തെങ്കിലും എണ്ണയൊക്കെ വീഴുമ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്കത് നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി എടുക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ ബർണർ ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. നമ്മളുടെ സോഡാപ്പൊടി വേണം. 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ബർണറിന് കൂടുതൽ ഇളക്കി കളയാനുള്ള അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഇലിമ്പം പുളിയാണ്. ഇലിമ്പം പുളി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതിയാകും. നിർബന്ധമൊന്നുമില്ല ഇലിമ്പം പുളി വേണമെന്ന്. ഞാൻ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് എടുത്തന്നേ ഉള്ളൂ. ഇലിമ്പം പുളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ ക്ലീനായിട്ട് കിട്ടും. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മളുടെ ബർണർ മൂടിക്കിടക്കാൻ ആവശ്യമായ വെള്ളം വേണം. പിന്നെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മളുടെ വിനാഗിരിയാണ്, സിന്തറ്റിക് വിനാഗിരി. അപ്പോൾ ഈ വിനാഗിരിയും കൂടി ചേർത്ത് വേണം നമുക്ക് ഒരു മിശ്രിതം റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ബർണർ ക്ലീൻ ആക്കാനുള്ള ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം കൂടി എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഞാനത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ 1/2 ഗ്ലാസ് നമ്മളുടെ വിനാഗിരി, ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബർണർ കഴുകാൻ ആവശ്യമായ ആ ബർണർ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് നമ്മളുടെ ഇലിമ്പം പുളിയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇലിമ്പം പുളിയുടെ നീര് നന്നായിട്ട് നമ്മളുടെ ബർണർ ക്ലിയർ ആക്കാൻ സഹായിക്കും. അപ്പോൾ അതും കൂടി നമുക്ക് ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരെണ്ണത്തിൻ്റെ നീരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ബർണർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം 2 മണിക്കൂറെങ്കിലും നന്നായിട്ട് അതൊന്ന് സോക്കായി വരണം. ഞാനിവിടെ 2 മണിക്കൂറാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡ് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴുകിയാൽ കുറച്ചും കൂടി ക്ലീനായിട്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ. നന്നായിട്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വേണം. ഞാനതിന് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂറത്തേന് 3 മണിക്കൂറത്തേന് നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കണ്ടോ, നമ്മളുടെ ബർണർ നന്നായിട്ട് കുതിർന്ന് അതിൻ്റെ ആ ഒരു അഴുക്കുകളൊക്കെ ഇളകി തുടങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയായിരിക്കും കേട്ടോ കൂടുതലായിട്ട് നല്ലത്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബർണർ ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് നല്ലൊരു പഴയ ടൂത്ത് ബ്രഷ് മതിയാകും. കുറച്ച് ബലമുള്ള ഹാർഡായിട്ടുള്ള ടൈപ്പ് ടൂത്ത് ബ്രഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് ആദ്യമേ ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. അതിലെ ആ പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് നമ്മളുടെ ഇലിമ്പം പുളി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്, ഇലിമ്പിക്ക ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പ്രസ് ചെയ്ത് ഉരച്ചു കൊടുക്കണം. അപ്പോഴാ തുരുമ്പിൻ്റെയും ഒക്കെ അംശം അങ്ങോട്ട് നന്നായിട്ട് മാറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇലിമ്പം പുളി വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്.
കണ്ടോ, ദാ ഇതുപോലെ നന്നായിട്ട് എല്ലാ വശത്തും ആകുന്ന രീതിയിൽ നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ഇലിമ്പും പുളി ഇല്ലെങ്കിലും നന്നായിട്ട് വൃത്തിയായിട്ട് വരും കേട്ടോ. ഇലിമ്പും പുളി ഉള്ളവർ ഇങ്ങനെ ചെയ്താൽ കൂടുതലായിട്ട് യൂസ്ഫുള്ളായിരിക്കും. ദാ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലും ദാ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. നന്നായിട്ട് നമ്മളുടെ സ്റ്റൗവിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് അഴുക്കുകളൊക്കെ പിടിച്ചിരിക്കും. ദാ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണേ. നന്നായിട്ട് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഗ്യാസ് ഒരുപാട് നമുക്ക് ലാഭമായിട്ട് കിട്ടും. ഗ്യാസിനൊക്കെ ദിനം പ്രതി പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ ഇളകിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പം തന്നെ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വിം ജെല്ലാണ്. ഏതെങ്കിലും സോപ്പ് ഓയിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിമ്മിൻ്റെ ജെല്ലാണ്. അതൊരു കുറച്ച് നമ്മളുടെ ബ്രഷിൽ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ആ ബർണറിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അതിലിരിക്കുന്ന എല്ലാ അംശങ്ങളും നന്നായിട്ട് പോയി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ലാസ്റ്റ് മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാകും. ഈ ഒരു വിം ജെല്ലിട്ട് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക. ഇതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളുടെ ബർണറിലേക്ക്, നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് നമുക്ക് ഈ ബർണർ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ദാ ഇതുപോലെ നന്നായിട്ട് കഴുകി കൊടുക്കുക. ഇനി ഞാനിത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം, അല്ലെങ്കിൽ തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ മതിയാകും. എന്തായാലും വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ഞങ്ങളുടെ 2 ബർണറിനും നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബർണർ ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ടത് നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഒന്ന് തിരിച്ചു വെച്ചതിന് ശേഷമാണ്. അതിൻ്റെ അടിഭാഗത്തായിട്ട് ദാ ഇതുപോലെ ഒരു കുഴൽ കാണും. അതിൽ ചെറിയതാ ഇതുപോലെ ഒരു പൈപ്പിൽ കൂടിയാണ് നമുക്ക് ഗ്യാസ് നമ്മളുടെ സ്റ്റൗവിലേക്ക് വരുന്നത്. അപ്പം ഗ്യാസ് സ്റ്റൗ ഒക്കെ കത്താൻ പ്രയാസമുള്ളവർ ദാ ഇങ്ങനെ ഒരു ടിപ്പും കൂടി, ഈ ഒരു ടിപ്പും കൂടി ഒന്ന് നോക്കുക. നമ്മളൊരു സേഫ്റ്റി പിന്നെടുത്തിട്ട്, ചെറിയൊരു പിന്നെടുത്തിട്ട് ദാ ഇതുപോലെ ആ ഒരു ചെറിയ സുഷിരമുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ എന്തെങ്കിലും ചെറിയ കരടുകളോ പൊടികളോ ഒക്കെ കയറിയിരിക്കുവാണെങ്കിൽ അതൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നമ്മളുടെ അടുപ്പ് കത്താനായിട്ട് ഒരുപാട് ഹെൽപ്പാവും ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ. അപ്പം ഇതറിഞ്ഞുകൂടാത്തവർ ഇതാ ഇതുപോലെ ചെയ്തതിന് ശേഷം ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബർണറൊക്കെ, ചില ബർണറുകളൊക്കെ കത്താതിരിക്കും, അടുപ്പൊക്കെ ഫ്ലെയിമൊക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. ദാ കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതിയാകും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു കരടൊക്കെ പോയി നന്നായിട്ട് നമ്മളുടെ സ്റ്റൗവ് കത്താനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ബർണറൊക്കെ ഇവിടെ നന്നായിട്ട് ഉണങ്ങി നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സ്റ്റൗ ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ വ്യത്യാസം. ഇനി നമുക്കതൊന്ന് കത്തിച്ച് നോക്കാം. കണ്ടോ, നന്നായിട്ട് ആ ഫ്ലെയിമൊക്കെ നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ കണ്ടോ, നമ്മളുടെ എല്ലാ ഭാഗങ്ങളിലൂടെയും നമ്മളുടെ ആ ഗ്യാസ് കറക്റ്റായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ നല്ല വീഡിയോയുമായിട്ട് വരാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.